guys, welcome to part 3 of our Fukok vlog. നൈറ്റ് മാർക്കറ്റ് നല്ല ആക്റ്റീവായിരുന്നു, ഫുൾ ലൈറ്റും അതുപോലെ തന്നെ നല്ല തിരക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഒത്തിരി വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ അവിടെ ഞങ്ങൾ കണ്ടത് പേളിൻ്റെ സാധനങ്ങളായിരുന്നേ. പേളിന് ഫേമസ് ആയിരുന്നു ഫുക്കോക്ക് ഐലൻഡ്. അത് കാരണം പേളിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാല, കമ്മൽ എല്ലാം ഉണ്ടായിരുന്നു. ഇതിന് റേറ്റ് 500 വിയറ്റ്നാമീസ് ഡോങ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ പറ്റുന്നതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിപ്പി, കണവ, ഒക്ടോപ്പസ് അങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഗ്രിൽഡ് ഫിഷ്, അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് നടക്കുകയാണ്. പിന്നെ നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ഒക്കെ ചെയ്തു. വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ആയിരുന്നു അതിനൊക്കെ. അങ്ങനെ നൈറ്റ് മാർക്കറ്റ് ഫുൾ തിരക്കുമായിരുന്നു കേട്ടോ. നോക്കിക്കേ, നല്ല ലൈവായിട്ട് നമ്മളെ ഫിഷൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നല്ല ലൈവായിട്ട് അവർ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു പയ്യൻ റോൾഡ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. റോൾഡ് ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ അവിടെ ഒത്തിരി ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആൻഡ് ഫ്രൂട്ട്സിൽ നമുക്ക് റോൾഡ് ഐസ്ക്രീം ഒക്കെ കിട്ടും. പിന്നെ അവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് അവിടുത്തെ ഫ്രൂട്ട്സ്. നമ്മുടെ തായ്ലൻഡിലെ ഫ്രൂട്ട്സിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിയറ്റ്നാമിലെ ഫ്രൂട്ട്സും. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. 4000 വിയറ്റ്നാമീസ് ഡോങ് ഒക്കെയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. അന്നേ ദിവസം നമ്മൾ അവിടുന്ന് മേടിച്ച ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബബ്ലൂസ് നാരങ്ങ മാങ്ങയാണ് കേട്ടോ. രണ്ടിനും നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി സോസേജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ഹാഫ് കപ്പിൽ ജ്യൂസ് നിറച്ചിട്ട് ബാക്കി മൊത്തം ഐസാണ് ഇടുന്നത്. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ജെല്ലിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അതിൻ്റെ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഒരു ഓക്കെ ഡിഷായിരുന്നു. പിന്നെ നമ്മൾ കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മൾ രാത്രി ഒരു 10 മണി 10:30 ആയപ്പോഴത്തേനും ഏകദേശം നൈറ്റ് മാർക്കറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അവസാനം ഒരു സീ ഫുഡ് ഫ്രൈഡ് റൈസും കൂടെ കഴിച്ച് നമ്മൾ അന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫുക്കോക്കിലെ ഫസ്റ്റ് ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.